നമസ്കാരം. ജ്യോതിഷമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് നക്ഷത്രഫലങ്ങളും ഗ്രഹനിലകളുമാണ്. എന്നാൽ ജ്യോതിഷം വെറുമൊരു കണക്കുകൂട്ടൽ മാത്രമല്ല, അത് നമ്മുടെ പുരാണങ്ങളുമായി, പ്രത്യേകിച്ച് വേദങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. വേദചക്ഷുസ്സു എന്നാണ് ജ്യോതിഷം അറിയപ്പെടുന്നത്. അതായത് വേദങ്ങളുടെ കണ്ണ്. പ്രപഞ്ചത്തിലെ മാറ്റങ്ങളെ മുൻകൂട്ടി കാണാൻ സഹായിക്കുന്ന ഈ വിദ്യ എങ്ങനെയാണ് നമ്മുടെ പുരാണകഥകളുമായി ഇഴചേർന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭാരതീയ സംസ്കാരത്തിൽ വേദങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം ജ്യോതിഷത്തിനുമുണ്ട്. ഓരോ കർമ്മവും ചെയ്യേണ്ട കൃത്യമായ സമയം കണ്ടെത്താൻ ജ്യോതിഷം അനിവാര്യമാണ്. പുരാണങ്ങളിൽ പറയുന്ന പ്രപഞ്ചസൃഷ്ടിയും ഗ്രഹങ്ങളുടെ ഉത്ഭവവും ജ്യോതിഷത്തിലെ ഗ്രഹസഞ്ചാരങ്ങളുമായി കൃത്യമായി ഒത്തുപോകുന്നു. നമ്മൾ ആരാധിക്കുന്ന ഓരോ ഗ്രഹത്തിനും പിന്നിൽ ഓരോ ശക്തമായ കഥകളുണ്ട്. നമുക്ക് ഗ്രഹങ്ങളുടെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും ശത്രുക്കളായാണ് കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ശത്രുക്കളായത് എന്ന് പുരാണങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. സൂര്യദേവന്റെയും ഛായയുടെയും പുത്രനാണ് ശനിദേവൻ. ജനിച്ചപ്പോൾ തന്നെ ശനിയുടെ കറുത്ത നിറം കണ്ട് സൂര്യദേവൻ തന്റെ പുത്രനെ അംഗീകരിക്കാൻ മടിച്ചു. ആ അവഗണനയിൽ നിന്നാണ് ഇവർക്കിടയിലെ ശത്രുത തുടങ്ങുന്നത്. ജ്യോതിഷത്തിൽ സൂര്യൻ ആത്മാവിനെയും രാജാവിനെയും സൂചിപ്പിക്കുമ്പോൾ ശനി കർമ്മത്തെയും കഷ്ടപ്പാടുകളെയും സൂചിപ്പിക്കുന്നു. ഇവരുടെ ഈ പുരാണബന്ധമാണ് ഗ്രഹനിലയിലെ മാറ്റങ്ങൾക്കും കാരണമാകുന്നത്. ഇനി നക്ഷത്രങ്ങളിലേക്ക് വരാം. ചന്ദ്രൻ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. പുരാണപ്രകാരം ദക്ഷപ്രജാപതിയുടെ 27 പുത്രിമാരാണ് ഈ നക്ഷത്രങ്ങൾ. ഇവർ 27 പേരും ചന്ദ്രന്റെ ഭാര്യമാരാണ്. ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തോട് കൂടുതൽ പ്രിയം കാണിച്ചപ്പോൾ മറ്റു പുത്രിമാർ ദക്ഷനോട് പരാതി പറയുകയും ദക്ഷൻ ചന്ദ്രനെ ശപിക്കുകയും ചെയ്തു. ആ ശാപം മൂലമാണ് ചന്ദ്രന് തേജസ് കുറയുന്നതും കൂടുന്നതും എന്ന് പുരാണം പറയുന്നു. ജ്യോതിഷത്തിലെ തിഥികളും മാസങ്ങളും രൂപപ്പെട്ടത് ഈ കഥയെ അടിസ്ഥാനമാക്കിയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നു. ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതയുണ്ട്. ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിന് ദേവവൈദ്യന്മാരായ അശ്വിനീ ദേവന്മാരാണ് ദേവത. അതുകൊണ്ടാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വൈദ്യശാസ്ത്രത്തിലും ആരോഗ്യരംഗത്തും കഴിവുണ്ടാകുമെന്ന് പറയുന്നത്. ഭരണി നക്ഷത്രത്തിന് യമധർമ്മരാജാവാണ് ദേവത. അതുകൊണ്ടാണ് അവർ നീതിക്ക് പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ ഓരോ സ്വഭാവവിശേഷങ്ങളും പുരാണങ്ങളിലെ ഈ ദേവതകളുടെ ഗുണങ്ങളുമായി ചേർന്നു നിൽക്കുന്നു. ചുരുക്കത്തിൽ ജ്യോതിഷം എന്നത് നമ്മുടെ പുരാണങ്ങളിലെ പ്രപഞ്ചസത്യങ്ങളുടെ ശാസ്ത്രീയമായ വ്യാഖ്യാനമാണ്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് പുരാണങ്ങളിലെ ഈ ദേവചൈതന്യത്തിലൂടെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.